ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾസ് ക്ലീൻ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയുള്ളി, തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇല്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇല്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇല്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അവസാനം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് സാധാ നാടൻ സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ വറ്റിച്ച് എടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ രൂപത്തിലാകുന്നവരെ ആക്കിയെടുക്കുക. ആ സമയമാകുമ്പോഴത്തേന് രാവിലെ തന്നെ മക്കളൊക്കെ എണീച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാണ് ഇപ്പോൾ പൊടി ഒഴിക്കുന്നത്, ചപ്പാത്തിയാണ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ഞാൻ ചെറിയ മോനിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇത് ധാന്യങ്ങൾ മിക്സാണ് കേട്ടോ. ഇനിതാ മോനിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ, അവനെ കൊണ്ട് ഫുഡ് തെറ്റിപ്പിക്കുക എന്നുള്ളത്. ഇനി ഇതാ കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. ചൂടുള്ള പത്തിരീൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങയില്ലേ അതുകൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.